ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. ഇപ്പോ 2016 ശേഷം BSN ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2021-22 കാലഘട്ടം വരെ ഗേറ്റ് വഴി JT ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ 2016 മറ്റാണ് JE ആണ് ലാസ്റ്റ് വിളിച്ചേക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് അതിന്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് JEയുടെ കാര്യങ്ങളൊക്കെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു BSNൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ BSNന്റെ നോട്ടിഫിക്കേഷൻ അവിടെ ഷോർട്ട് നോട്ടീസ് ഇവിടെ ഔട്ട് ആയിട്ടുണ്ട്. 27-ാം തീയതി ആണ് ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. BSNL invites application for the following post under direct recruitment scheme through written competitive examination, computer based mode MCQ. The details of the vacancies are as follows. Senior Executive Trainee Direct Recruitment Telecom സ്ട്രീമിലേക്ക് 95 വേക്കൻസീസ് ആണ്, 95 പോസ്റ്ററാണ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ടെന്റേറ്റീവ് ആണ്. പിന്നെ ഇതിൽ പേ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ 24,900 തൊട്ട് 50,500 വരെയാണ്. ഐഡിയ പേ സ്കെയിൽ E3 വരുന്നതാണ്. ഓക്കെ, ഇവിടെ മിനിമം 21 ആണ് ഏജ് ലിമിറ്റ്, മാക്സിമം 30 ആണ് ഇവിടെ ഏജ് ലിമിറ്റ്. അപ്പൊ ക്രൂഷ്യൽ ഡേറ്റ് എപ്പോഴാണെന്ന് എല്ലാവരും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഇതെന്താ ഒരു ഷോർട്ട് നോട്ടീസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ബാക്കി കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നില്ലായിട്ട് നമുക്ക് നോക്കാം. ടെലികോം ഓപ്പറേഷൻസിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചലർ ഓഫ് ടെക്നോളജി ഡിഗ്രി ഇൻ ഓർ ഇക്വലന്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രി വിത്ത് മിനിമം 60% മാർക്സ് ഓൺ എ റെഗുലർ ഫുൾ ടൈം ബേസ് ഇൻ ദി ഫോളോയിങ് ഡിസിപ്ലിൻ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, or combination of these disciplinary score with the other associated emerging branches. അപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്കൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെന്തായിരിക്കണം ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് AICTE അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് ഷെഡ്യൂൾ ഓഫ് അപ്ലിക്കേഷൻ, സ്കീം ഓഫ് എക്സാം, എക്സാം ഫീ ആൻഡ് ലിങ്ക് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് എക്സാം ഡേറ്റ് എക്സെട്ര വിൽ ബി പബ്ലിഷ് ഓൺ ദി ഒഫീഷ്യൽ BSNL വെബ്സൈറ്റ്, അതായത് BSNL.co.in ഓർ എക്സ്റ്റേണൽ എക്സാം BSNL. അതിൽ കയറി കഴിഞ്ഞാൽ എന്താ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അത് കാണുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴെന്താ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടില്ല, ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് മേ ബി കുറച്ചുകൂടി ഒന്ന് ഡിലേ ആവുന്നുണ്ടാവാം. ഇതിപ്പോ ഷോർട്ട് നോട്ടീസ് ആണ്, ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നോട്ടീസാണ് ഇപ്പോൾ ഔട്ട് ആയിരിക്കുന്നത്. അപ്പോ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു റെഗുലർലി ചെക്ക് ദ BSNL വെബ്സൈറ്റ് ഫോർ ദി updates regarding the registration, examination schedule and exam fee and other relevant information. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. അപ്പൊ BSNL അവിടെ എന്താ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി 95 വേക്കൻസീസ് ആണ് ടെന്റേറ്റീവ് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്താ കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പം BSNLന്റെ നല്ല നല്ല ന്യൂസുകളാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. 5Gയിലേക്ക് മാറാൻ വേണ്ടി പോവാണ് അല്ലെ. അപ്പോ അങ്ങനെ പല BSNL ഒരു പോസിറ്റീവ് ആണ് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ അതിന് പിന്നത്തെ ക്വാർട്ടറിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആണെന്നുള്ള കാര്യം. ഇനി അവിടെ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.